ടെക്നോളജീസ്. എല്ലാവിധത്തിലുള്ള ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സോളാർ, വാട്ടർ ഹീറ്റർ, ലൈറ്റിംഗ്സ്, ഇൻവെർട്ടർ, ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കുന്നു. സ്പെക് ടെക്നോളജീസ്. നമസ്കാരം. ഒരു MLA ആയി കഴിഞ്ഞാൽ നാട്ടിലെ ഭൂരിപക്ഷങ്ങളെ മുഴുവൻ ചീത്ത പറയുക, അവഹേളിക്കുക എന്നീ ചടങ്ങുകൾ മാത്രം നടത്തുന്ന ബൽറാം ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളിരിക്കുന്ന സ്ഥാനം എന്താണെന്ന കാര്യം. ഈ സ്ഥാനത്തെ കുറിച്ച് ഓർമ്മയില്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന താങ്കളെപ്പോലുള്ളവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാൻ പലരും നിങ്ങളുടെ മുന്നിലുണ്ടാവും. അതിൽ ചിലർ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതിൽ പ്രധാനിയായ DSJPയുടെ ജില്ലാ സെക്രട്ടറിയായ ഹരീന്ദ്രനാഥ് സംസാരിക്കുന്നു. നമസ്കാരം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹരീന്ദ്രനാഥ്. ഞാൻ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി എന്ന മുന്നോക്കയുടെ കേരളത്തിലെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട രാഷ്ട്രീയ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ്. സംവരണ വിഷയത്തിൽ, മുന്നോക്കയുടെ സംവരണ വിഷയത്തിൽ ശ്രീ ബൽറാം MLA പറഞ്ഞ ചില കമൻറ്റുകളെ കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പാർട്ടിയുടെ അഭിപ്രായ പ്രകടനം എന്ന നിലയ്ക്ക് എടുക്കരുത്. വ്യക്തി എന്ന നിലയ്ക്ക്, മുന്നോക്ക സമുദായത്തിൽപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മേൽ എനിക്കുള്ള ചില വിമർശനങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാമ്പത്തിക സംവരണം മുന്നോക്ക ജാതിക്കാരുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ കേരള സർക്കാരിൻ്റെ ഉത്തരവിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് നമ്മുടെ കേരള നിയമസഭയിലെ സാമാജികനായ ശ്രീ ബൽറാം ഇട്ട പോസ്റ്റിനെ കുറിച്ച് ചില കമൻറ്റുകൾ, ചില അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പഠന സമയത്തും മറ്റു ജീവിതത്തിലുമൊക്കെ ദാരിദ്ര്യം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ഒരു ആഗ്രഹം ആയിരുന്നു ഒരു നിശ്ചയ ശതമാനം സംവരണം മുന്നോക്കാരിലെ പാവപ്പെട്ട ആൾക്കാരും ലഭിക്കുക. അതേറെ നാളത്തെ നിരന്തരമായ ആവശ്യങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ മോഡി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഒരു 10% സംവരണം, ജനറൽ കോട്ടയിൽ 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാറ്റിവെച്ചതിന് വളരെയധികം അസഹിഷ്ണുതയോടുകൂടി അതിനെതിരെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുകയാണ് ശ്രീ ബൽറാം. അദ്ദേഹം ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിൽ ഈ മുന്നോക്കാരുടെയും കൂടി വോട്ട് വാങ്ങി ജയിച്ച് അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ഡെലിബറേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് പാസ്സാക്കിയൊരു നിയമം കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്നാണോ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തിട്ടുള്ള ഒരു MLA ആയ ശ്രീ ബൽറാം പറയുന്നത്? അത് കേരളത്തിൽ നടപ്പാക്കുക എന്നുള്ളത് കേരള സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ ആവശ്യമായ ഒരു നോട്ടിഫിക്കേഷൻ ആണ് സർക്കാർ പുറപ്പെടുവിച്ചുള്ളത്. അത് ചെയ്യണ്ട എന്ന് പറയുന്നതിലൂടെ ഭരണഘടനയോടും താൻ ചെയ്തിട്ടുള്ള സത്യപ്രതിജ്ഞയോടും അവജ്ഞയും സത്യപ്രതിജ്ഞാ ലംഘനവുമല്ലേ ശ്രീ ബൽറാം നടത്തിയിട്ടുള്ളത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ഈ നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനെ തുടർന്ന് അതിന്മേൽ വോട്ടിംഗ് ഉണ്ടായി. ആ വോട്ടിങ്ങിൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനനുകൂലിച്ചു. അതിനെ എതിർത്ത ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത്, എതിർത്ത് വോട്ട് ചെയ്ത MP-മാരിൽ പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി മുസ്ലിം ലീഗായിരുന്നു. പിന്നെ ഒവൈസി എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഒരു മുസ്ലിം കക്ഷിയുടെ, മുസ്ലിം തീവ്രവാദപരമായ മുസ്ലിം കക്ഷിയുടെ നേതാവായിരുന്ന ഒവൈസിയും മുസ്ലിം ലീഗ് 2 MLA-മാരും ഒഴികെ കേരളത്തിൽ നിന്നുള്ള മറ്റ് പാർട്ടികളുടെ MLA-മാരെല്ലാം MP-മാർ എല്ലാവരും പാർലമെന്റിൽ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട്
സർവസമ്മതമായ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയൊരു നിയമം വളരെ കുറച്ച് വൈകിയാണെങ്കിലും കേരളത്തിൽ നടപ്പിലാക്കാൻ കേരള സർക്കാർ നോട്ടിഫിക്കേഷൻ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം പുറപ്പെടില്ല ഈ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈ ബില്ലിനെ, ഈ നിയമത്തെ എതിർക്കുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ അഭിപ്രായത്തോട് സമാനമായ ഒരഭിപ്രായമാണ് ശ്രീ ബൽറാം എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ദേശീയ പ്രാതിനിധ്യമുള്ള, ദേശത്തെല്ലായിടത്തും സാന്നിധ്യമുള്ള ഒരു കക്ഷിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികനായ ബൽറാം പുറപ്പെടുവിച്ച അഭിപ്രായങ്ങൾ ഇതിനെ എതിർത്ത മുസ്ലിം മതമൗലികവാദ സംഘടനകളാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചായ്വുള്ള അഭിപ്രായമാണ്. ഇതിനെ എതിർത്തത് അവർ മാത്രമാണ്, മറിച്ച് ഉന്നതക്കാരുടെയും പിന്നോക്കാരുടെയും ഒക്കെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പിന്നോക്കാർക്ക് വേണ്ടിയും ദളിതുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെ ഇന്ത്യൻ പാർലമെന്റ് ഇതിനെ അനുകൂലിച്ചു വോട്ടിക്കുകയുണ്ടായി. എന്നാൽ 1947 മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഹിന്ദുസ്ഥാൻ എന്നും പാകിസ്ഥാൻ എന്നും വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വാങ്ങിപ്പോയ, ആ രാഷ്ട്രം വാങ്ങാൻ ഇടയാക്കിയ രാഷ്ട്രീയ ചിന്താഗതി, ആ ചിന്താഗതിയുടെ പിന്മുറക്കാരായി നിൽക്കുന്ന മതമൗലികവാദ ശക്തികൾ നയിക്കപ്പെടുന്ന SDP ഒക്കെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ മതസംഘടനകൾ പുറപ്പെടുവിക്കുന്ന അഭിപ്രായങ്ങൾ അതേപടി കോപ്പി ചെയ്തിരിക്കുകയാണ് ശ്രീ ബൽറാം എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ബൽറാമിന്റെ അഭിപ്രായത്തോട് യോജിപ്പാണ് ഉള്ളത് എന്നെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഒരു ബാധ്യസ്ഥയാണ്. പക്ഷേ പലപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു അച്ചടക്കമില്ലാത്ത സംഘടനയായതുകൊണ്ട് ആർക്കും എന്തും തോന്നിയത് വിളിച്ചു പറയാൻ അനുവാദമുള്ള ഒരു സംഘടനയാണ്, ഒരു ലൂസായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറൽ സംഘടനയാണെന്നുകൊണ്ട് പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞ് കൈകഴിയേക്കാം. പക്ഷേ കോൺഗ്രസിന്റെ ഒരു നിയമസഭാ സാമാജിക നിലയ്ക്ക് ശ്രീ ബൽറാമിന്റെ അഭിപ്രായം മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ അഭിപ്രായത്തിന് സമാനമായ രീതിയിലുള്ള ശ്രീ ബൽറാം എന്ന് പറയുന്ന കോൺഗ്രസ് നിയമസഭാ സാമാജിക അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രശ്നത്തിൽ ഔദ്യോഗികമായ അഭിപ്രായമാണോ എന്ന് പറയാൻ KPCC പ്രസിഡന്റും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരും ബാധ്യസ്ഥരാണ്. മുന്നോക്ക ജാതിക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനെ എതിർക്കുന്ന മുസ്ലിം മതമൗലികവാദ പ്രസ്ഥാനങ്ങൾക്ക്, അത് സാമുദായിക പ്രസ്ഥാനങ്ങളായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായും അവർക്ക് അവരുടേതായ ചില അജണ്ടകളുണ്ട് ഇന്ത്യയിൽ. ആ അജണ്ടകളുടെ പൂർത്തീകരണത്തിന് ഇതൊരു തടസ്സമാണെന്നതുകൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് CPM പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് മാവോയിസ്റ്റുകളും ഇസ്ലാമിക തീവ്രവാദികളും കടന്നു കയറുന്നു എന്നുള്ളത് വളരെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ CPM വരെ അത്തരത്തിൽ കടന്നുകയറ്റങ്ങൾ തങ്ങളുടെ പ്രസ്ഥാനങ്ങളിലേക്ക് ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഇത്തരം ചില നേതാക്കന്മാർ മറ്റു പാർട്ടികൾ, ഇപ്പം ബൽറാമിനെ പോലെ നേതാക്കന്മാർ അഭിപ്രായപ്പെടാൻ നടത്തുന്ന സമയത്ത് CPM പോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം അവകാശപ്പെടുന്ന, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറയുന്ന പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്നും വർഗീയതയ്ക്കെതിരെ പോരാടിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിലേക്കും മുസ്ലിം തീവ്രവാദ സംഘങ്ങളുടെ രാഷ്ട്രീയ ഏജന്റുമാർ കടന്നുകൂടുന്നുണ്ടോ എന്ന് സംശയിക്കാൻ നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് ശ്രീ ബൽറാമിന്റെ പ്രസ്താവന എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ എല്ലാവിധ വാദമുഖങ്ങളും ഈ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾ, മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വെച്ചു പുലർത്തുന്ന, അവർ പുറപ്പെടുവിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ അച്ചിട്ട രീതിയിലുള്ളതാണ്, അത് അതേപടി പകർത്തുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സംശയം ബലപ്പെടുന്നത്. ശ്രീ ബൽറാം ഉന്നയിക്കുന്ന ചില വാദമുഖങ്ങൾ ഒന്ന് പരിശോധിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സംവരണം അടിസ്ഥാനപരമായി ഒരു തൊഴിൽദാന പദ്ധതിയോ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയോ അല്ല, അധികാര പങ്കാളിത്തത്തിന്റെ വിഷയമാണ്. ഇന്ത്യ പോലെ ഇത്രത്തോളം വൈവിധ്യങ്ങൾ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അധികാരത്തിന്റെ എല്ലാ തലങ്ങളിലും ആനുപാതികമായി റെപ്രസെന്റ് ചെയ്യപ്പെടുന്നു എന്നതും സമൂഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബഹുസ്വര ജനാധിപത്യത്തിന്റെ ചുമതലയാണ്. കേൾക്കുമ്പോൾ വളരെ എന്തോ മഹത്തായ ഒരു കാര്യമാണ് ബൽറാം പറയുന്നതെന്ന് തോന്നിപ്പോ. ബഹുസ്വര ജനാധിപത്യം, ആ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഒക്കെ പറയുന്ന സമയത്ത് വളരെ വലിയ വാചകങ്ങളാണ് എന്നാണ് കേൾക്കുന്നത് തോന്നുക. ഈ സത്യത്തിൽ എന്താണ് ഇതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അവസര സമത്വവും അതുപോലെ തന്നെ നിയമത്തിനുമുള്ള തുല്യ പരിരക്ഷയും തുല്യനീതിയും ഉറപ്പു നൽകുന്ന ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കൻ ഭരണഘടന അംഗീകരിച്ച രാഷ്ട്രമാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഓരോ വ്യക്തിയെയും അവന്റെ മതപരവും സാമുദായികവുമായുള്ള അഫിലിയേഷൻസ് അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ശരി, ഇന്ത്യൻ ഭരണഘടന ഒരു വ്യക്തിയെയും ഒരു സമുദായത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ വേർതിരിച്ച് കാണുന്നില്ല. ഭരണഘടന ആ വ്യക്തിയെ കാണുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് മാത്രമാണ്.
പൗരൻ എന്ന നിലയ്ക്കാണ് ഭരണഘടനാധിഷ്ഠിതമായ അവകാശങ്ങൾ ഈ രാജ്യത്ത് ഓരോ പൗരനും ലഭിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും പ്രത്യേക ജാതിയുടെയോ മതത്തിന്റെയോ ജനിച്ച ആളാണ് ജീവിക്കുന്ന ആളെന്നതുകൊണ്ടല്ല. എല്ലാ ജനാധിപത്യ സാമൂഹ്യ ക്രമങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥ പുലർത്തുന്ന എല്ലാ രാജ്യത്തിന്റെയും അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിലുള്ള പൗരന്റെ സമത്വം എന്നാണ്, നിയമത്തിനുള്ള തുല്യത എന്നാണ്. അതിന്റെ ഒരു ഫൗണ്ടേഷൻ നിൽക്കുന്ന സംഗതി അവസര സമത്വം, സമത്വം, നിയമത്തിനുള്ള പൗരസമത്വം എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ബൽറാം പറയുന്ന ഈ ആർഗ്യുമെന്റിലെ മൗലികമായ തകരാർ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇന്ത്യയെ ഒരു മതാധിഷ്ഠിതമായ സമുദായാധിഷ്ഠിതമായ ജാതി സമൂഹങ്ങളുടെയും മതസമൂഹങ്ങളുടെയും കോൺഫെഡറേഷനായി വിഭാവനം ചെയ്യുന്നതാണ്. അത് ഇന്ത്യൻ ഭരണഘടനാ വിധാതാക്കൾ ആഗ്രഹിച്ചിട്ടില്ലാത്ത, അവർ വിഭാവനം ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് ശ്രീ ബൽറാം താങ്കൾ ഇന്ത്യയെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇന്ത്യൻ ജനാധിപത്യ ക്രമത്തെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യക്ക് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആവശ്യമായിരിക്കുന്നതാണ്. കാരണം ഇന്ത്യയെ ഒരു ബഹുമതാധിഷ്ഠിത ബഹുസമുദായാധിഷ്ഠിതമായ ജാതികളുടെയും മതസമൂഹങ്ങളുടെയും ഒരു കോൺഫെഡറേഷനായി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. അങ്ങനെ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ താങ്കൾ പറഞ്ഞ രീതിയിലുള്ള പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സാമുദായിക അടിസ്ഥാനത്തിലുള്ള റെപ്രസെന്റേഷൻസ് നിയമനിർമ്മാണ സഭകളിലും എക്സിക്യൂട്ടീവിലും ഒക്കെ കൊടുക്കാൻ ഇന്ത്യൻ ഭരണപ്രകാരം കൊടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളത് തുറന്നു പറയൂ. ഇന്ത്യ എന്ന് പറയുന്നത് പൗരന്മാർക്ക് സമത്വവും അവസര സമത്വവും പ്രദാനം ചെയ്യുന്ന ഒരു ആധുനിക ജനാധിപത്യ റിപ്പബ്ലിക്കാണോ? ആധുനിക ജനാധിപത്യ റിപ്പബ്ലിക് എന്ന നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ ഓരോ പൗരനെയും മതത്തിന്റെയും ജാതിയുടെയും അപ്പുറത്ത് ഒരു പൗരനായി, ഒരു സിവിൽ സൊസൈറ്റിയിലെ പൗരനായി മാത്രമാണ് കാണുന്നത് എന്ന കാര്യവും. ഇനി അങ്ങനെയല്ല, അവനെ ഓരോ സമുദായത്തിലും മതത്തിലും പെട്ട വ്യക്തിയിലേക്ക് മതത്തെയും സമുദായത്തെയുമാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇന്ത്യയെ ജാതികളുടെയും മതങ്ങളുടെയും ഒരു കോൺഫെഡറേഷനായിട്ട് പുനർനിർവചിക്കണം. അങ്ങനെ നിർവഹിച്ചാൽ മാത്രമേ താങ്കൾ പറയുന്ന രീതിയിലുള്ള സാമുദായികമായ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമനിർമ്മാണ സഭകളിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ എക്സിക്യൂട്ടീവിലും കൊണ്ടുവരാൻ പറ്റൂ. അതിന് പുതിയൊരു ഭരണഘടന ഉണ്ടാക്കേണ്ടി വരും ഇന്ത്യക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആവശ്യമായി വരും. ശ്രീ ബൽറാമിന്റെ വാദം അതാണോ? അദ്ദേഹം ഏത് വാദത്തെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആധുനിക ജനാധിപത്യ റിപ്പബ്ലിക് ആണോ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ജാതികളുടെയും മതങ്ങളുടെയും ഒരു കോൺഫെഡറേഷൻ ആണോ? ശ്രീ ബൽറാം പറയും. അദ്ദേഹം പറയുന്നത് സംവരണം കൊണ്ട് സംവരണേതര വിഭാഗങ്ങളിൽ കാര്യമായ നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നിലവിൽ സർക്കാർ സർവീസുകളിൽ മാത്രമാണ് സംവരണം നടപ്പാക്കിയിട്ടുള്ളത്. ആകെ ജനസംഖ്യയുടെ 2% താഴെ ആളുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ തന്നെ സർക്കാർ സർവീസുകളിൽ ജോലി നേടാൻ കഴിയുന്നുള്ളൂ. അതിൽ 50% സംവരണം നടപ്പാക്കിയാലും ഇല്ലെങ്കിലും ബാക്കിയുള്ള 97%നും അതുകൊണ്ട് കാര്യമായ അവസര നഷ്ടമുണ്ടാകാൻ പോകുന്നില്ല. ഇത് പറയേണ്ടത് ശ്രീ ബൽറാം അല്ല, ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തെ പൗരന്മാരിൽ പെട്ടവരാണ് മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവരെന്ന് നിങ്ങൾ വീക്ഷിക്കുന്ന ആൾക്കാർ. അവർക്ക് സ്ത്രീ സമത്വവും അവസര സമത്വവും സംവരണം നിഷേധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പറയാൻ അവർക്കാണ് യോഗ്യത. അവർക്ക് സ്ത്രീ സമത്വവും അവസര സമത്വവും ഈ പ്രൊവിഷൻ സംവരണം നിഷേധിക്കുന്നു എന്നതുകൊണ്ടാണ് അവരതിൽ മാറ്റം ആവശ്യപ്പെടുന്നത്. അപ്പൊ അതില്ല എന്ന് പറയാൻ, അങ്ങനെ അടച്ചു പറയാൻ ശ്രീ ബൽറാമിന് എങ്ങനെ കഴിയും? മാത്രമല്ല, ഇനി നിങ്ങൾ പറയുന്ന ഈ ആർഗ്യുമെന്റ് തിരിച്ചും പറയാവുന്നതേ ഉള്ളൂ. ഇത്രമാത്രം കോൺസിക്വൻസ് ഇല്ലാത്ത, ഇത്രമാത്രം സമൂഹത്തിൽ ഇത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഇല്ലാത്ത ഒരു വിഷയമാണ് ഈ സംവരണം എന്നുണ്ടെങ്കിൽ ഈ സംവരണം തന്നെ എന്തിനാണ്? ഈ 2% ഇന്ത്യൻ ജനസംഖ്യയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനസംഖ്യയുടെ 2% മാത്രം ആൾക്കാരെ ബാധിക്കുന്ന സമൂഹത്തിൽ അത്രമാത്രം പ്രത്യാഘാതങ്ങളൊന്നും വരുത്താൻ ശക്തമല്ലാത്ത ഒരു എനാബിളിംഗ് പ്രൊവിഷൻ മാത്രമാണ് സംവരണം എങ്കിൽ സംവരണം തന്നെ എന്തിനാണ്? സംവരണം എടുത്തു കളഞ്ഞാൽ പോലെ. അപ്പോൾ താങ്കളുടെ വാദമുഖം തന്നെ തിരിച്ചും പറയാവുന്നതേ ഉള്ളൂ. യാതൊരു കോൺസിക്വൻസും ഇല്ലാത്ത, യാതൊരു പ്രത്യാഘാതവും ഇല്ലാത്ത, യാതൊരു ഗുണവും ചെയ്യാത്ത ഈ സമരത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഇത്രമാത്രം ടെൻഷൻ സൃഷ്ടിക്കുന്നതിനാണ്. രാഷ്ട്ര നേതാക്കന്മാർ, നമ്മുടെ ഭരണഘടനാ വിധാതാക്കൾ കുറച്ചു കാലത്തേക്ക് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് അവരെ ദേശീയ മുഖ്യധാരയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചോട് കൊണ്ടുവന്ന ഈ സംവരണം എന്ന് പറയുന്ന വിഷയത്തെ ഇത്രമാത്രം ഒരു എക്സ്പ്ലോസീവ് ഇഷ്യൂ ആക്കി മാറ്റി ദേശീയമായ വിഘടനത്തിന് ഇഷ്യൂ ആക്കി മാറ്റാൻ തങ്ങളെപ്പോലെ രാഷ്ട്രീയക്കാർ ഇത്രമാത്രം കോൺസിക്വൻസ് ഇല്ലാത്തൊരു സംഗതിയാണിതെങ്കിൽ, ഇത്രമാത്രം പ്രാധാന്യമുള്ള സംഗതിയാണെങ്കിൽ ആദ്യം ശ്രമിക്കുന്നത് എന്തിനാണ്? സംവരണമല്ലേ ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറയുന്നത്? അവർ ജീവിക്കുന്നതിന് അതിന്റെ മേലല്ലേ? അപ്പൊ ഇത്രമാത്രം കോൺസിക്വൻസ് ഇല്ലാത്ത സംഗതിയെ നിങ്ങൾ വിട്ടേക്കൂ. എന്നിട്ട് സംവരണം തന്നെ എടുത്തു കളഞ്ഞേക്കും. എല്ലാവരും ഓപ്പൺ കോട്ടയിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ മത്സരിക്കട്ടെ, അതല്ലേ നല്ലത്. ദ ബിഗ്ഗസ്റ്റ് സ്കാം എവർ ഇൻ ഇന്ത്യ ഈസ് ദ കാസ്റ്റ് സിസ്റ്റം. എല്ലാവർക്കും തുല്യമായി നീതിപൂർവമായി വിതരണം ചെയ്യപ്പെടേണ്ട സമ്പത്തും പൊതുവിഭവങ്ങളുടെ ഉടമസ്ഥാവകാശവും അധികാര സാമീപ്യവും ചുരുക്കം ചില കൈവശപ്പെടുത്തുന്നതാണല്ലോ അഴിമതി എന്ന് വിളിക്കുന്നത്. ആ വിശാലാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, ഏറ്റവും ആസൂത്രിതമായ, ഏറ്റവും ദീർഘകാലം നീണ്ടുന്ന അഴിമതിയുടെ പേരാണ് ജാതി വ്യവസ്ഥ എന്നത്. എന്റെ ബഹുമാനായ ശ്രീ ബൽറാം, അതൊരു സാമൂഹിക കാലഘട്ടത്തിന് ഉൽപ്പന്നമാണ്. ആ കാലഘട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂഡലിസം എന്ന്. ഫ്യൂഡലിസം എന്ന് പറയുന്ന സാമൂഹ്യ വ്യവസ്ഥ ലോകത്തെല്ലായിടത്തും
ഇങ്ങനെയുള്ള വിശേഷാവകാശങ്ങളുടെ സമുദായങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ എന്ന രാജ്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ മധ്യകാല യുഗം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പും അതിനുശേഷവും കുറെ കാലത്തോളം ആധുനിക യുഗം, ആധുനിക റിപ്പബ്ലിക്കൻ സമൂഹങ്ങൾ ഉയർന്നു വരുന്നത് ലോകത്തെല്ലായിടത്തും ഇത്തരത്തിൽ ഉച്ചനീചത്വ സമൂഹങ്ങൾ നിലനിന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഭരണഘടന വിധാതാക്കൾ ആശ്രയിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ഭരണഘടന, അല്ലെ അമേരിക്കൻ ഭരണഘടന, അമേരിക്കൻ രാഷ്ട്രം, ബ്രിട്ടീഷ് രാഷ്ട്രം, ഈ രാഷ്ട്രങ്ങളിൽ പോലും ഒരു ചരിത്ര കാലഘട്ടത്തിൽ ഇത്തരം ഉച്ചനീചത്വം ഉണ്ടായിട്ടുണ്ട്, അടിമാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യം, നമ്മുടെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നമായുള്ള സാമൂഹിക ഉച്ചനീചത്വം ഉണ്ടായിട്ടുണ്ട്. ആ ഉച്ചനീചത്വങ്ങൾ മുഴുവൻ നിർമ്മാണം ചെയ്തുകൊണ്ട് ആധുനിക രാഷ്ട്രങ്ങൾ, ആധുനിക റിപ്പബ്ലിക്കൻ ഭരണഘടന അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിൽ പൗരസമത്വം, നിയമത്തിനുള്ള പൗരസമത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് കഴിഞ്ഞ കാലത്തെ ഉച്ചനീചത്വങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം നാം പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ഭരണഘടനാധിഷ്ഠിതമായി പൗരന്മാർ തുല്യനീതി വിഭാവനം ചെയ്യുന്ന റിപ്പബ്ലിക്കൻ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആ റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ചാണ് രാഷ്ട്രത്തിന്റെ ഗവേണൻസ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്ര വിഭവങ്ങൾ വീതിക്കപ്പെടേണ്ടത്, രാഷ്ട്രത്തിലെ പബ്ലിക് സർവീസിലേക്ക് അപ്പോയിന്റ് നടത്തപ്പെടുന്നതൊക്കെ തന്നെ തുല്യനീതി, ഭരണഘടന ഉറപ്പ് വരുത്തുന്ന തുല്യനീതിയും അവസര സമത്വവും എന്ന ജനാധിപത്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഫ്യൂഡൽ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രങ്ങളുടെ സാമീപ്യമുള്ള ജനവിഭാഗങ്ങൾക്ക് വിശേഷാവകാശം കിട്ടുന്ന കാലഘട്ടം തന്നെയാണ്. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ അത് കുറച്ചുകൂടി കർക്കശ സ്വഭാവത്തിലുള്ള ജാതി വ്യവസ്ഥയെ മാറുന്നത് ശരിയാണെങ്കിൽ പോലും ലോകത്തെല്ലായിടത്തും ഇത്തരം ഒരു സാമൂഹ്യ വ്യവസ്ഥ തന്നെയാണ് ഫ്യൂഡൽ കാലഘട്ടത്തിലും മധ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അത് ഇന്ത്യയിൽ മാത്രം സവിശേഷമായ ഒന്നല്ല. അന്ന് വിശേഷാവകാശങ്ങൾ ഉള്ള സമുദായങ്ങളുണ്ട്. അന്ന് ചില ജാതികൾക്ക് ഇന്ത്യയിൽ വിശേഷാവകാശം ഉണ്ടായിരുന്നു. പക്ഷെ നാം അത് 1950 ജനുവരി 26 റിപ്പബ്ലിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചുകൂടി ആ വ്യവസ്ഥയെ ഇല്ലാതാക്കിയില്ലേ? ആ വ്യവസ്ഥയ്ക്ക് ശേഷവും കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള തിന്മകൾക്ക് പ്രതികാരം ചെയ്യേണ്ട ഒരു ഘട്ടമാണ് ജനാധിപത്യ യുഗം എന്ന് പറയുക. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ വിശേഷാവകാശം അനുഭവിച്ച സമുദായങ്ങളിൽപ്പെട്ട തലമുറയിൽ ജനിക്കുന്നവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉള്ള ആഹ്വാനം നൽകുക, അങ്ങനെ പ്രതികാരം ചെയ്ത് ആ പ്രതികാരത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കടന്നുപോയതിനു ശേഷം മാത്രമേ മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാമെന്ന് പറയുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമൂഹത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇത്തരം സംഗതികൾ പറയുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. അത് ജനാധിപത്യത്തെ ഒരു റിവെഞ്ച് സീക്കിംഗ്, പ്രതികാരം നിർവഹിക്കാനുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാക്കി മാറ്റിയാണ്. ജനാധിപത്യ അടിസ്ഥാനപരമായ മൂല്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തൊരു സംഗതിയാണ്. ഒരു MLA നിലയ്ക്ക് താങ്കൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തികച്ചും തെറ്റായൊരു കാര്യമാണ് താങ്കൾ ചെയ്യുന്നത്. താങ്കൾ ഒരു പൊതു കോൺസ്റ്റിറ്റ്യൂൻസി നിന്നുകൊണ്ട് ജനങ്ങളുടെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളുടെയും വോട്ട് വാങ്ങി സാമാജികനായ ഒരു വ്യക്തിയാണ്. അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ജനവിഭാഗങ്ങളോട് ചരിത്രപരമായ തെറ്റുകളെന്ന് താങ്കൾ വീക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തുപോയ സമൂഹങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ അവരുടെ പുതിയ തലമുറകൾ, അതിന് എത്രയോ തലമുറ മാറ്റം കഴിഞ്ഞു. ഒരു 3-4 തലമുറ കഴിഞ്ഞു ഇന്ത്യ സ്വതന്ത്രമായിട്ട്. പുതിയ തലമുറയിൽ ഇനി വരാനിരിക്കുന്ന എത്രയോ തലമുറകളോടും കഴിഞ്ഞകാല ചെയ്തികളുടെ പേരിൽ പ്രതികാരം വീട്ടേണ്ട ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഒരു പുതിയ അറിവാണ്. അത് താങ്കൾക്ക് മാത്രം ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനാധിപത്യ സമൂഹവും ജനാധിപത്യ മൂല്യബോധവുമുള്ള ഒരു സമൂഹം താങ്കളുടെ ഈ മൂല്യബോധത്തെയും താങ്കളുടെ ഈ പ്രഖ്യാപനത്തെയും അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. സമൂഹത്തെ നമുക്ക് ഉദാഹരണമായി എടുത്താൽ, കേരളത്തിൽ പണ്ടുകാലത്ത് സാമൂഹ്യ അധികാര ശ്രേണിയുടെ മുകൾ തട്ടിൽ നിന്നിരുന്ന സമുദായങ്ങൾ നമ്പൂതിരി നായർ സമുദായങ്ങളായിരുന്നു. അവയാണ് സവർണ സമുദായങ്ങൾ എന്ന് പറയുന്ന സമുദായങ്ങൾ. ആ സമുദായങ്ങൾക്ക് ഈ ഫ്യൂഡൽ കാലഘട്ടത്തിൽ പല വിശേഷാവകാശങ്ങൾ ഉണ്ടായിരുന്നത് ശരിയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അന്ന് അവർക്ക് ഒരു ജാതിയിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ചില സവിശേഷ അധികാരങ്ങൾ കിട്ടുമായിരുന്നു. ആ ജാതിയിലെ ജനം തന്നെ അവർക്ക് ഭാഗ്യമായി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവർക്ക് എല്ലാ സാമൂഹ്യ അംഗീകാരവും സാമ്പത്തിക ഉന്നതിയും ജാതിയിൽ ജനിച്ചു എന്നുകൊണ്ട് മാത്രം ലഭ്യമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സംഗതി ശരിയാണ്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിലാണോ സാമൂഹ്യമായ സ്റ്റാറ്റസ് നിർണ്ണയിക്കപ്പെടുന്നത്, അല്ലെ പണത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ഇന്ന് കമ്പോളാധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമല്ലേ നമ്മൾ? മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് എല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ അന്തസ്സ്, ആ വ്യക്തിയിലേക്കുന്ന അവസരങ്ങളുടെ എണ്ണം, ജീവിതത്തിന്റെ ക്വാളിറ്റി ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പർച്ചേസിംഗ് പവർ, വാങ്ങാനുള്ള ക്രയശേഷി അടിസ്ഥാനമാക്കി മാത്രം നിർണ്ണയിക്കപ്പെടുന്ന സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് ഒരാൾക്ക് ഈ കേരളീയ സമൂഹത്തിൽ ഒരു നമ്പൂതിരിയോ നായരാണെന്നത് എന്നതിനെ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിശേഷാവകാശം ലഭിക്കൂ? ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്പൂതിരിയോ നായരാണ് വരുന്നത് കൊണ്ട് അവിടെ നിൽക്കുന്ന മേലുദ്യോഗസ്ഥന്മാർ പഴയ കാലത്തുണ്ടായിരുന്ന മാതിരി അദ്ദേഹം തൊഴുത് വേഗം സീറ്റ് എഴുന്നേറ്റ് തന്റെ സീറ്റ് നീക്കിയിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞ് സീറ്റ് മാറ്റി കൊടുക്കുന്നു. വിശേഷാവകാശം എന്ന് പറഞ്ഞാൽ അതല്ലേ ജാതിയുടെ അടിസ്ഥാനത്ത് പറഞ്ഞാൽ? അതുപോലെ സൂപ്പർ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ പണ്ടത്തെ ഇവിടുത്തെ നാടുവാഴി തലമുറയിൽപ്പെട്ട അന്തരാവകാശിയാണ്, അതുകൊണ്ട് എനിക്ക് സൗജന്യമായിട്ട് ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങളും മറ്റ് സ്റ്റോറുകളൊക്കെ തരണമെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു നായർക്കും നമ്പൂരിയെ കിട്ടുമോ?
ഇന്നൊരു ശാസ്ത്രീയ കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പഴയ നാടുവാഴി തലമുറയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടിയുടെ സൗജന്യമായി നിങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അയാളെ അഡ്മിറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ, ഒരു നമ്പൂരി നായയുടെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ ഏതെങ്കിലും ശാസ്ത്രീയ കോളേജ് ഉടമസ്ഥമായി തയ്യാറാകുമോ? അങ്ങനെ ഏതെങ്കിലും രംഗത്ത് അതായത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സൗജന്യ ചികിത്സ കിട്ടുമോ? അതായത് ജാതിയടിസ്ഥാനത്തിലും ഇന്ന് എന്ത് വിശേഷാവകാശമാണ് ഒരു മുന്നോക്കാരെന്ന് പറയുന്ന പഴയകാലത്ത് മുന്നോക്കാരെന്ന് വീക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മുന്നോക്കാരെന്ന് പറയുന്ന പണ്ടത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ മേൽത്തട്ടിൽ നിന്നിരുന്ന ജാതിക്കാരെ ജനിച്ചിട്ടുള്ള ഇന്നത്തെ സമുദായത്തിൽപ്പെട്ട അഭാവങ്ങൾക്ക് ജാതിയടിസ്ഥാനത്തിൽ എന്ത് തരത്തിലുള്ള വിശേഷാവകാശമാണ് ലഭിക്കുന്നത്? ഇന്നെല്ലാം പണത്താൽ നിർണ്ണയിക്കപ്പെടുന്ന, ക്രയശേഷി നിർണ്ണയിക്കപ്പെടുന്ന സമൂഹത്തിൽ ദാരിദ്ര്യം എന്നത്, സാമൂഹ്യ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് എല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് പണം മാനദണ്ഡമാക്കിയാണ്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണം എന്നാണ് ഇന്നത്തെ കാലത്ത് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ദരിദ്രരായ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തോട് അനുഭാവപൂർണമായ സമീപനമാണ് താങ്കളിപ്പോൾ ജനപ്രതിക്ക് ഉണ്ടാവുന്നത്. അതിനു പകരം കഴിഞ്ഞ കാലത്തിന്റെ ഭാണ്ഡങ്ങൾ ചുമന്നുകൊണ്ട് നമ്മളെല്ലാവരും മുന്നോക്ക ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാർ ആലോചിക്കാനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്കൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് ചില വോട്ട് ബാങ്കുകളെ, ചില പ്രത്യേക താല്പര്യങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയാണ് എന്ന് ആരെങ്കിലും സംശയിച്ച അവരെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം താങ്കൾ പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല. സമൂഹം എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. താങ്കളുടെ മനസ്സിൽ മാറിയിട്ടില്ല. താങ്കൾ ഇപ്പോഴും മധ്യകാല യുഗത്തിലെ മൂല്യങ്ങളെ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുകയാണ്. കേരളീയ സമൂഹവും ഇന്ത്യൻ സമൂഹവും ലോക സമൂഹവും മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ആ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നിയമനിർമ്മാണത്തിന് വേണ്ടി സഭയിൽ ആവശ്യം ഉന്നയിക്കുന്ന താങ്കൾ ഏതോ ചരിത്രകാലഘട്ടത്തിൽ ഒരു ഫ്യൂഡൽ യുഗത്തിൽ ഫ്രീസ് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. താങ്കളുടെ മനസ്സി എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ മനസ്സിയാണ്. ആധുനിക ജനാധിപത്യ യുഗത്തിൽ ഒരു സാമാജിക ആകാൻ കൊള്ളാത്ത ഒരു മനസ്സിയാണ് താങ്കൾക്കുള്ളത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദം. മാത്രവുമല്ല, ഈ കാര്യത്തിൽ താങ്കളുടെ പ്രസ്താവനയിൽ തന്നെ വളരെ രസകരമായ വിരോധാഭാസമുണ്ട്. താങ്കൾ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ പിന്നോക്ക ജാതിക്കാർക്ക് ജാതി അടിസ്ഥാന സംവരണം തന്നെയാണ് വേണ്ടത്, സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് ഒരു അപഹാസ്യമായ ഒരു സംഗതിയാണ്, അത് അപ്രായോഗികമാണെന്ന് വാദിക്കുന്ന താങ്കൾ തന്നെ പിന്നോക്ക സമുദായക്കാർക്ക് സംവരണം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണെങ്കിൽ പോലും അവരുടെ ഇടയിലെ ക്രീമി ലെയറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്നുണ്ട്. ആ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഇടയിൽ തന്നെയുള്ള സമ്പത്ത് കൂടുതലുള്ള ആൾക്കാരെ ജാതി സംവരണത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് അംഗീകരിക്കുന്നു. അപ്പോൾ പരോക്ഷമായി താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് സമ്പത്താണ് ഇന്നത്തെ സമൂഹത്തിലെ സ്റ്റാറ്റസിന്റെ ജീവിത സൗകര്യങ്ങൾ നിർണ്ണയിക്കുന്ന ഘടകമെന്ന് താങ്കൾ അബോധപൂർവമായി സമ്മതിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പൊ താങ്കൾക്കറിയാം സമ്പത്താണെന്ന് എല്ലാത്തിനെയും മാനദണ്ഡമെന്ന് അറിയാം. ജാതിയല്ല. ജാതി അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കും വിശേഷാവകാശം കിട്ടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇന്ന് ഇന്ത്യയിലില്ല. സമ്പത്താണ് എല്ലാത്തിനെയും മാനദണ്ഡം. പിന്നോക്ക ജാതിക്കാരിൽപ്പെട്ടവരിൽ തന്നെ സമ്പത്തില്ലാത്തവരാണ് കഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ മുന്നോക്ക ജാതിയിൽപ്പെട്ട സമ്പത്തില്ലാത്തവരും കഷ്ടപ്പെടുന്ന തരത്തിലുള്ള സാമൂഹ്യ മാറ്റം ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു. അതിന് നമ്മൾ ഉൾക്കൊള്ളേണ്ടേ ഇതാണ്. അപ്പോൾ താങ്കൾ തന്നെ ഇൻഡയറക്റ്റായി സമ്മതിക്കുന്നുണ്ട്. പിന്നെ നേരിട്ട് അതിനെ സത്യസന്ധമായി അതിനെ മുഴുവൻ സമ്മതിച്ചുകൊണ്ട് സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്നത് താങ്കൾക്ക് എന്താണ് വൈമുഖ്യം? അവിടെ വൈമുഖ്യം താങ്കൾക്ക് ഉണ്ടാവുന്നെങ്കിൽ അതിനർത്ഥം താങ്കൾ ചില വ്യക്തമായ ചില വോട്ടുകളെ സേവിക്കാൻ വേണ്ടി സത്യത്തെ തമസ്കരിക്കുന്നു എന്നാണ്. അതൊരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് താങ്കൾക്ക് ഭൂഷണമാണെന്ന് താങ്കൾ തന്നെ ചിന്തിക്കുക. ഈ സാമുദായിക സംവരണത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഭരണഘടനാ വിധാതാക്കൾ സംവരണം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ സംവരണം വേണമെന്ന് അഭിപ്രായപ്പെട്ടത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് നിശ്ചയ ശതമാനം സംവരണം, അത് അവർ വിഭാവനം ചെയ്ത് 10 കൊല്ലത്തേക്കാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യണമെന്നാണ്. ആ കാലഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും 10 കൊല്ലത്തേക്ക് ഉള്ള എനാബിളിംഗ് പ്രൊവിഷനായിട്ട് സമൂഹത്തിന്റെ നിന്നും മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്യപ്പെടുകയും ആവിഷ്കരിക്കപ്പെടുകയും ചെയ്ത സംവരണം ആഭ്യന്തരധാര നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാക്കി ഒരു ഇന്ത്യയിൽ മാറ്റിയത് രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയ പാർട്ടികളാണ്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് അങ്ങനെ ചെയ്തത്. മാത്രമല്ല, അന്ന് ഭരണഘടനാ വിധാതാക്കളുടെ മനസ്സിലൂടെ ഒരിക്കലും ഇന്ന് OBC വിഭാഗക്കാരെന്ന് പറയുന്ന ഇന്ത്യൻ സമൂഹത്തിലെ വളരെ വലിയ ജാതിക്കാർ, വളരെ സ്വാധീനശക്തിയുള്ള ജാതിക്കാർക്ക് സംവരണം എന്ന് പറയുന്ന ഒരു കാര്യം ഭരണഘടനാ വിധാതാക്കളുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ആശയമേ ആയിരുന്നില്ല. അത് വോട്ട് ബാങ്കിന് വേണ്ടി വീണ്ടും ഉയർന്നു വന്ന ആശയമാണ്. അത് തുടങ്ങി വെച്ചത് ജനതാ ഗവൺമെന്റാണ്. ജനതാ ഗവൺമെന്റ് 1979 മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് മണ്ഡലം നിയമിച്ചു. പിന്നെ 87 VP സിംഗിന്റെ കാലഘട്ടത്തിൽ നടപ്പാക്കാൻ നടപടി ആരംഭിച്ചു. 90 മണ്ഡൽ കമ്മീഷൻ പറഞ്ഞത് പ്രകാരം ഇന്ത്യയിൽ പ്രബലരായ ജാതിക്കാർക്ക് യാതൊരു സാമൂഹ്യ അസമത്വങ്ങളും അനുഭവിക്കാത്ത ഇന്ന് ഓരോ സംസ്ഥാനങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അവിടുത്തെ രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഒക്കെ നിയന്ത്രിക്കുന്ന, വാണിജ്യത്തെയും വ്യവസായത്തെയും സർക്കാർ സർവീസുകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഡൊമൈൻഡ് ആയിട്ടുള്ള കാസ്റ്റുകൾക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ ഒരു സാമൂഹ്യ പിന്നോക്കാവസ്ഥയാണ് മാനദണ്ഡമെങ്കിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഇല്ലാത്ത വിഭാഗങ്ങൾക്ക് പോലും സംവരണം കൊടുക്കുന്നതിൽ ഈ സംവരണത്തെ വളച്ചൊളിച്ച്
വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ OBC വിഭാഗക്കാർക്ക് സംവരണം നടപ്പാക്കിയതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കാം എന്നാണ് ഞാൻ പറയുക. അല്ലാതെ കണ്ട് ജാതി വ്യവസ്ഥയേക്കാൾ വലിയ സ്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് നടപ്പാക്കിയ ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് ഈ OBC സംവരണം എന്ന ആശയമാണ്. അതിന്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ കാണുന്നതാണ് 30-35% ജനസംഖ്യയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനത്ത് 30-35% ജനസംഖ്യയുള്ള യാദവന്മാരെ പോലുള്ള, കുർമികളെ പോലുള്ള, നാടാവന്മാരെ പോലുള്ള, ഈഴവന്മാരെ പോലുള്ള ഒക്കെയുള്ള പ്രബലരായ ജാതിക്കാർക്ക് സംവരണം ലഭിക്കുന്ന ഒരവസ്ഥ ഇന്ത്യയിൽ നമ്മൾ കാണുന്നു. അവർക്ക് യാതൊരു സാമൂഹ്യ പിന്നോക്കാവസ്ഥയുമില്ല. അതാണ് അതാത് സ്റ്റേറ്റുകളിൽ രാഷ്ട്രീയത്തെയും സാമൂഹ്യ വ്യവസ്ഥയെയും സമ്പദ് വ്യവസ്ഥയും നിയന്ത്രിക്കുന്നതെന്ന് അവരാണ്. അത്തരം ആൾക്കാർക്ക് സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഇല്ലാത്തവർക്ക്, സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഇല്ലാത്തവർക്ക് സംവരണം അതവരെ നേടിയെടുത്തിരിക്കുന്നത് അവരുടെ ന്യൂമറിക്കൽ സ്ട്രെങ്ത്, സംഖ്യാപരമായ സ്ട്രെങ്ത് ഉപയോഗിച്ചാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടാണ്. ഈ സ്കാമിനെ കുറിച്ച് അങ്ങേക്ക് എന്ത് പറയാനുണ്ട്? ഇത് ഭരണഘടനാ വിധാതാക്കൾ അവരുടെ മനസ്സിൽ കണ്ടിരുന്ന കാര്യമാണോ? ഇതൊരു വലിയ അട്ടിമറിയല്ലേ? ഇതൊരു സ്കാമല്ലേ? ഒരു പൊളിറ്റീഷ്യൻ നിലയ്ക്ക് താങ്കൾ എന്താണ് ഈ സ്കാമിനെ കുറിച്ചൊന്നും പറയാത്തത്? താങ്കളുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം അറിയാൻ അർഹതയുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭരണഘടനാ വിധാതാക്കൾ ഒരു കാലത്തും ഇതിൽ മതം ഒരു മാനദണ്ഡമാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ആ ഹിന്ദു സമൂഹത്തിലെ അൺടച്ചബിൾസ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷനിലേക്കാണ് ഒരു സംവരണം ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കാണ്. അതിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്ക് പോലും ഈ സംവരണം എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ മതം ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് സംവരണത്തെ അട്ടിമറിച്ചത് മറ്റൊരു സ്കാമല്ലേ? അപ്പൊ ഈ രണ്ട് സ്കാമിനെ കുറിച്ചും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ഇതിന്റെ അനന്തരഫലം? വളരെ ശോചനീയമായ അനന്തരഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ജാതിക്കാരും, പ്രബലരായ ജാതിക്കാരും അതാത് സംസ്ഥാനങ്ങളിൽ, അതാത് പ്രദേശങ്ങളിൽ അവിടുത്തെ സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും നയിക്കുന്ന പ്രബലരായ ജാതിക്കാർ, സാമൂഹ്യ പിന്നോക്കാവസ്ഥയില്ലാത്ത ജാതിക്കാർ പോലും ഇന്ന് തങ്ങളെ OBC ലിസ്റ്റിൽപ്പെടുത്തണം, SC ലിസ്റ്റിൽപ്പെടുത്തണം, ST ലിസ്റ്റിൽപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ സമരങ്ങൾ നടത്തുകയും തെരുവുകളിലേക്ക് ഇറങ്ങി, റെയിൽവേ ട്രാക്കുകളിലേക്ക് ഇറങ്ങി, പൊതുസ്വത്ത് നശിപ്പിച്ച് വയനാട്ടിലുള്ള സമരങ്ങൾ നടത്തിയിട്ട് ഓരോ സമുദായങ്ങളും ഞങ്ങൾ OBC ആവണം, അതായത് സാമൂഹ്യമായി മുന്നോക്കാവസ്ഥ നിൽക്കുന്ന ജാതിക്കാർ പോലും ഞങ്ങൾ പിന്നോക്കക്കാരായി പരിഗണിക്കപ്പെടണം, പിന്നോക്ക ലിസ്റ്റ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സമരം ചെയ്യുന്ന ജുഗുപ്സാവഹമായ വളരെയധികം അപഹാസ്യമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും സാമൂഹ്യ ജീവിതത്തെയും എത്തിച്ചതിൽ താങ്കളിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പങ്ക് ചെറുതാണ്. താങ്കളിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പങ്ക് ചെറുതല്ല. ഇക്കാര്യത്തിൽ താങ്കളിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ജാട്ടുകൾ, ഗുർജാറുകൾ, അതുപോലെ തന്നെ പട്ടിദാർ സമുദായക്കാർ, മറാഠക്കാരൊക്കെ തന്നെ അതായത് സ്റ്റേറ്റുകളിൽ വളരെ പ്രബലരായ ജാതിക്കാരാണ്. അവർക്ക് യാതൊരു സാമൂഹികവും സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ഇല്ല. അവരെക്കാൾ ദരിദ്രരായ വീണ് നിൽക്കുന്ന മറ്റ് ഒട്ടനവധി സമുദായങ്ങൾ ആ സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ തങ്ങളുടെ എണ്ണത്തിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ ഒക്കെ തന്നെ ഒന്നുകിൽ പട്ടികവർഗത്തിന്റെ ലിസ്റ്റിൽപ്പെടുത്തണമെന്നോ OBC ലിസ്റ്റിൽപ്പെടുത്തണമെന്നോ പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത് അത് ബലം പ്രയോഗിച്ച് തങ്ങളുടെ ന്യൂമറിക്കൽ സ്ട്രെങ്ത്, സംഖ്യാപരമായ ആധിക്യം എന്നത് ആയുധമാക്കിക്കൊണ്ട് പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എത്തിച്ചു. ഇതാണ് ഏറ്റവും വലിയ സ്കാം എന്ന് താങ്കൾ ഓർക്കേണ്ടത്. അല്ലാതെ താങ്കൾ പറഞ്ഞ ജാതി വ്യവസ്ഥയിലെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ്, പൊളിറ്റീഷ്യൻ നടത്തുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥ കഴിഞ്ഞ 70 കൊല്ലമായി കണ്ടുകൊണ്ടിരിക്കുന്ന സ്കാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കാമുകൾ. ഇത്തരത്തിലുള്ള നീചമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ബഹുമാന്യനായ ശ്രീ ബലരാമനോട്, അങ്ങ് വളരെ ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയക്കാരാണ്. വളരെ കേരളത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വളരെ പ്രോമിസിംഗ് ആയ ഒരു പൊളിറ്റീഷ്യനാണ്. വളരെയധികം ആരാധക വൃന്ദമുള്ള ചെറുപ്പക്കാരൊക്കെ താങ്കളെ ഒരു മോഡലായി കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത്യാവശ്യം ക്രെഡിബിലിറ്റി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനത്തിന് സംസ്ഥാനത്തെ നേതാക്കന്മാർ, യുവ നേതാക്കന്മാരിൽ പ്രധാനിയാണ്. ഒക്കെ ശരിയാണ്. അപ്പോൾ തങ്ങൾ സംവരണത്തെ സംബന്ധിച്ചോളം താങ്കൾ നിലപാടുകൾ പുനഃപരിശോധിക്കണം. മുന്നോക്ക സംവരണത്തെ സംബന്ധിച്ചോളം മൊത്തത്തിൽ ഈ ഇഷ്യൂവിനോടുള്ള താങ്കളുടെ നിലപാടുകൾ ഇന്നത്തെ ചരിത്ര വസ്തുതകൾ, ഇന്നത്തെ സാമൂഹിക വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിക്കണമെന്നാണ് മുന്നോക്കാരിലെ പാവപ്പെട്ട ആൾക്കാരുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു സാധാരണ പൗര നിലയ്ക്ക് താങ്കളോട് അഭ്യർത്ഥിക്കാറുള്ളത്. താങ്കളുടെ പേരെന്നതിന് ബലറാം എന്നാണ്. ബലരാമൻ, പുരാണത്തിലെ ബലരാമൻ എന്ന് പറയുന്നത് ഒരു വലിയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പടവെട്ടിയ ഒരു വ്യക്തിയായിട്ടാണ് പുരാണങ്ങൾ ബലരാമൻ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ ലെവലറാണ്. തന്റെ കലപ്പ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുരാണത്തിലെ ഒരു കവിയുടെ ചിത്രീകരണമാണ്. കലപ്പ ഉപയോഗിച്ചുകൊണ്ട് അസമത്വത്തിനെതിരെ പോരാടിയ, സാമൂഹ്യ അസമത്വങ്ങളെ വേണ്ടി വന്ന ബലം പ്രയോഗിച്ചു പോലും അത് നീക്കിയ, തന്റെ ക്ഷത്രിയ അധികാരത്തെ സാമൂഹ്യ അസമത്വം നീക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ച ഒരു വ്യക്തിയായിട്ടാണ് ബലരാമനെ പുരാണം ചിത്രീകരിക്കുന്നത്. താങ്കൾ ആ ബലരാമന്റെ പാരമ്പര്യത്തിൽ ഉള്ള സാമൂഹ്യ അസമത്വങ്ങൾക്ക് ധീരമായി പ്രതികരിക്കുന്നു. യാതൊരു തരത്തിലുള്ള ജാതി മത വിദ്വേഷവും കൂടാതെ, ഏതെങ്കിലും സമുദായത്തിലുള്ള പ്രത്യേക മമതയോ വിദ്വേഷമോ കൂടാതെ ജനാധിപത്യത്തിന്റെ റിപ്പബ്ലിക്കൻ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തുകൊണ്ട്
പ്രതികരിക്കുന്ന ഒരു സാമാജികനും രാഷ്ട്രീയ നേതാവായി ഉയർന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയി വേണ്ടി വന്നാൽ ഭരണത്തിന് പ്രായന്തരിയായി വരാൻ തങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. തങ്ങളുടെ നിലപാടുകളൊക്കെ ഒരു പുനർവിചിന്തനം ഉണ്ടാവുമെന്ന് ആശിക്കുകയാണ്. അല്ലാതെ താങ്കൾ വേറൊരു കഥാപാത്രമുണ്ട് പുരാണത്തിൽ. അദ്ദേഹത്തിന്റെ പേര് ജനമേജയൻ എന്നാണ്. തൻ്റെ പിതാവായിരുന്ന പരീക്ഷിത്തിനെ തക്ഷക വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തി വധിച്ച സമയത്ത് ആ വധിച്ച തക്ഷകനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് സർപ്പസത്രം നടത്തി സർപ്പവംശത്തെ മുഴുവൻ നശിപ്പിച്ച പ്രതികാരദാഹിയായ ഒരു ജനമേജയൻ എന്ന കഥാപാത്രം കൂടിയുണ്ട് പുരാണത്തിൽ. താങ്കൾ ഒരു ജനമേജനാവരുത്, സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ നിർഭയം പോരാടുന്ന, തങ്ങളുടെ പേര് അന്വർത്ഥമാക്കുന്ന പുരാണത്തിലെ ബലരാമനായി മാറണം എന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.